Hello guys, welcome back to our channel. My name is Abhay, joined by Anindita. So again we are back with Premalu full movie scene reaction. Yeah, so let's get started. But also, well, if you're new to this channel, guys, please do subscribe and also click on the notification bell. Yes, and also please follow us on Instagram. Yeah, तो चलो शुरू करते हैं. Yes. എടാ നമ്മുടെ കൂടെ ഉണ്ടായിരുന്ന മുതലെന്തേ തോമസേ മോനെ തോമസേ തോമസേ He's heartbroken today. And this is the second time. First time in the first scene Yeah. only we saw. എന്റെ സച്ചിനെ നിനക്ക് നാളെ എന്താന്നുള്ള പ്ലാനെങ്കിലും ഉണ്ടോ? എടാ നിനക്ക് എന്തെങ്കിലും ഒരു കഴിവുണ്ടോ? നിനക്ക് കലാപരമായിട്ടുള്ള കഴിവുണ്ടോ? നിന്നെ 4 പേര് അറിയുമോടാ നാറി. ഞാൻ തൂറി എറിയും നിന്നെ. Her preference is not setting into that preference. Yeah. Not fitting. Math Olympiad is here. വേഷം കിട്ടിയാലോ അടിച്ചെന്നിട്ട് ഷേപ്പ് ചെയ്യാൻ പറ്റും വന്ന് ഹായ് ഏയ് ഹായ്. അടങ്ങി നിന്നോളണം മനുഷ്യരെ നാണം കെടുത്താനായിട്ട് ഞാൻ സച്ചിനെ നോക്കിക്കേ അവൻ തകർന്നിരിക്കാണ് എന്നിട്ട് എന്ത് കൂളായിട്ടാണ് അവൻ കാര്യം സച്ചിനവിടെ സച്ചിനെന്തേ സച്ചിനെ മോനെ Full party mode. Oof. ഞാനും ജയനും തമ്മിലുള്ള റിലേഷൻഷിപ്പിലാണ്. He's heartbroken. Yes. And that is coming out with the pain. Yeah. ഞാൻ അങ്ങനെ കണ്ടിട്ടില്ല സച്ചിനെ. അപ്പൊ തന്നെ അടിച്ചേരല്ലേ നോ നോ അമൽ നീ വേറെ പെൺപിള്ളേരായിട്ട് പബ്ബിൽ പോയല്ലോ എനിക്കത് മാത്രം അറിഞ്ഞാൽ മതി. ഇടി ഞാൻ പെൺപിള്ളേരായിട്ട് പബ്ബിൽ പോയെന്നുള്ളത് ശരിയാണ് പക്ഷെ എന്റെ ഉദ്ദേശം വേറെ It's gone ആയിരുന്നു now. നിന്റെ ഉദ്ദേശം എനിക്കറിയാം. കുണു ഇതല്ല അമൽ, സച്ചിന്റെ ഒരു ഹലോ बस let's go. Break up. Finish. സച്ചിനെ നിന്റെ ഒരു പരിപാടിക്ക് എന്നെ വിളിക്കുന്നത് കേട്ടാ ഞാൻ വരൂല എന്റെ പൊന്നു മോനെ ഇതൊരു നിസ്സാര കേസല്ലേ നീ ശാന്തിയുടെ നമ്പർ തന്നെ ഞാൻ വിളിച്ച് സംസാരിക്കാം അവളോട് അയ്യോ എന്നിട്ട് വേണം നിനക്ക് ഇനി അവളായിട്ട് ബന്ധം സ്ഥാപിക്കാൻ അപ്പൊ എങ്ങനെയാണ് കാര്യങ്ങളൊക്കെ ഒരു തീരുമാനമായില്ലേ എന്ത് വിട്ടോ ചെന്നൈക്ക് വിട്ടോ ഞാൻ എന്തിനാ കാർത്തി പറഞ്ഞിട്ട് ചെന്നൈ പോണത് എന്നോട് അവള് പറയട്ടെ റീനു പറയട്ടെ എന്റെ ഭാഗത്തും തെറ്റുണ്ട് ഇത്ര പെട്ടെന്ന് ഇഷ്ടം പറയാൻ വേണ്ടിട്ട് നിന്നെ തള്ളിവിടരുതായിരുന്നു സ്റ്റോക്കിംഗ് എന്നൊക്കെ പറയണ വലിയ വലിയ വാക്കുകളാണ് ഐറ്റങ്ങൾ പറയണത് അതുകൊണ്ട് ഇനി അവളൊരു കോണ്ടാക്ട് ഇങ്ങോട്ട് ചെയ്യാതെ നീ മിണ്ടാൻ നിൽക്കല്ലേട്ടാ അതത്രേ ഉള്ളൂ അപ്പൊ നമ്മളെന്താ പറഞ്ഞോണ്ടിരുന്നത് സ്റ്റോക്കിങ് നീ അവളായിട്ടൊരു കണക്ഷൻ ഉണ്ടാക്കി എടുക്കാൻ നോക്ക് നിങ്ങളുടെ കമ്മ്യൂണിക്കേഷൻ ഒന്ന് പ്രോപ്പർ ആവട്ടെ എന്നിട്ട് ഇഷ്ടം പറഞ്ഞാൽ മതി അപ്പോഴും ആദ്യം അവിടെ തന്നെ നിൽക്കാട്ടാ നിന്റെ എന്താടാ ഉള്ളത് നാട്ടിൽ നിന്ന് കൊണ്ടുവന്ന ആ കുക്കറാ അതിനകത്ത് വാർത്താണ്ട് അരി വെക്കാൻ പോലും കൊള്ളില്ല Oh man. എന്തെങ്കിലും പ്രശ്നം ഉണ്ടായി വല്ല കാട്ടിലും പോയി ജീവിക്കാന്ന് വിചാരിച്ച ഫോറസ്റ്റ് മിനിസ്റ്റർ നിജലിംഗ് അപ്പൊ അവന്റെ ഫാമിലി ഫ്രണ്ട് നമ്മള് എന്ത് ചെയ്യോടാ അവനെ ഒരു വഴിയുണ്ട് എന്ത് അവളുടെ ഓഫീസിലെ റിസപ്ഷനിസ്റ്റിനെ കുറച്ച് ചിക്കിലെറിഞ്ഞിട്ട് ആ ആദിയുടെ കുഞ്ഞവളുടെ വയറ്റിലൊക്കെ പറഞ്ഞു എനിക്ക് പോവാം. അയ്യോ നമ്മുടെ റേഞ്ചിലുള്ള ഒരു ഐഡിയ ആണ് ഈ പറഞ്ഞത് വേണ്ടെങ്കി വേണ്ട പിന്നെ വേറൊരു കേസ് അറിയാൻ കഴിഞ്ഞതേ ഓഫീസിൽ ആദ്യം അവളും തൊട്ടടുത്താണ് ഇരിക്കുന്നത് ഒരു ഫ്രീ ടൈം കിട്ടിയ എങ്ങനെ അവളെ വളക്കാം Now this is something breaking news. അതിലവനൊരു കില്ലാടിയാ ബീന ടീച്ചറുടെ മോൻ എല്ലാം പഠിച്ചു പെണ്ണുങ്ങളെ വളക്കാൻ ഒഴിച്ചു But that is a true friend actually. He's keep on supporting him. So guys, Renu has successfully completed her probation period and now she's a full-time Nobody, employee. nobody tells us like that. Hey, This to us. ഓക്കെ ഓക്കെ എന്താ വേണ്ടേ? it's your choice. ഓക്കെ 2 days lunch is on me. ഓക്കെ ഹലോ ഹലോ എടാ നീ നാളെ സേലത്തെത്തൂലേ? നാളെ വരണോ എടാ നമ്മളെ മാത്രം സർട്ടിഫിക്കറ്റ് മേടിക്കാത്തുള്ളൂ. നീ വന്നാലില്ലെങ്കിൽ ഞാൻ തന്നെ നാളെ പോയി മേടിക്കും. ഞാൻ വരൂല എന്ന് പറഞ്ഞില്ലല്ലോ ഇനി ആ നീ വരണം. അയ്യോ എടാ ഒരു ഇമ്പോർട്ടന്റ് കോൾ ഞാൻ തിരിച്ചു വിളിക്കാം. ശരി ഹലോ റീനു എന്താണ് ഭയങ്കര ബിസി ആണല്ലോ. പേടിക്കണ്ട ഗേൾ ഫ്രണ്ട് ഒന്നല്ല എടാ നിങ്ങളുടെ TFC യിലെ
പേർക്ക് കഴിക്കാൻ പറ്റിയ ഒരു മീൽ സജസ്റ്റ് ചെയ്യോ? ഇവിടെ ഏറ്റവും ബെസ്റ്റ് ബർഗേഴ്സ് ആണ്. എങ്കിൽ നീ ഒരു 8 ബർഗർ മീൽ ഞങ്ങളുടെ ഓഫീസിന്റെ അവിടേക്ക് ഒന്ന് ഡെലിവർ ആക്കോ? എടി ഹൈടെക് സിറ്റിയുടെ അവിടെ ഡെലിവറി അത് കുഴപ്പമില്ല, ഞാൻ സെറ്റ് ചെയ്യാം. ഓക്കെ, താങ്ക് യുടാ. താങ്ക് യു. It seems like it was out of range. But still he will go and deliver. Yeah. That's the girl power. Yeah. എടി സൂക്ഷിച്ചു പിടിക്കണേ. നീ ആ കരവാളിച്ചല്ലോ. അത് ഇത്രയും ദൂരം വെയിലൊക്കെ കൊണ്ട് ബൈക്ക് ഓടിച്ച് വന്നതല്ലേ. എടാ ഞങ്ങളുടെ ഫ്ലോറിലേ ഒരു സ്റ്റാർട്ടപ്പ് കമ്പനി ഉണ്ട്. ഇപ്പൊ അവിടെ റെഗുലറായിട്ട് ഹയറിംഗ് നടക്കുന്നുണ്ട്. അവിടുത്തെ HR എൻ്റെ ഫ്രണ്ടാ. നീ ഒരു കാര്യം ചെയ്യ്, നിന്റെ റെസ്യൂം എനിക്ക് അയക്ക്, ഞാൻ അവർക്ക് ഫോർവേഡ് ചെയ്യാം. ശമ്പളമൊക്കെ കുറവായിരിക്കും. അല്ല നിനക്ക് താല്പര്യമുണ്ടേ? അല്ല താല്പര്യമുണ്ട്. ഞാൻ റെസ്യൂം അയക്കാം. He's interested now. പിന്നെ അന്ന് പബ്ബിൽ നടന്നവല്ല ഓർമ്മയുണ്ടോ? ഒരു മിന്നായം പോലെ അവിടെ ഇവിടെ ഒക്കെ ആയിട്ട് ഞാനന്ന് കുറച്ച് ഓവറാക്കിയില്ലേ? കുറച്ചൊന്നും അല്ല. ഇനി മേലെ നിങ്ങളോട്ടൊരു പരിപാടിയില്ലെന്നാ കാർത്തിക പറഞ്ഞേ. ബൈ. എങ്ങനെയുണ്ട് സുബനെ? നല്ല ടേസ്റ്റ് ഉണ്ട്. KFC. റീനു അങ്ങനെ കണ്ടുപിടിച്ചു. നമ്മുടെ സച്ചിനല്ലേ, അവൻ അവിടെ വർക്ക് ചെയ്യുന്നത്. ഏത് സച്ചിൻ? Did I miss something? നമ്മളൊന്ന് കല്യാണത്തിനുണ്ടല്ലേ, അവരുടെ കൂടെ ഞങ്ങൾ തിരിച്ചു പോന്നേ. Everybody stop eating. I think it's poisoned. Oh. JK. Just kidding. Bad luck on that guy. എന്റെ പൊന്നാദി സമയത്ത് JK ഉണ്ടല്ലോ, രസമുണ്ട്. സച്ചിൻ സന്തോഷ്, വൈശാഖ് മുരളി, ഇതൊക്കെ എഴുതിക്കോളൂ. ഇവിടെ ഇங்கே പോണം. എന്താ கிராஜுவேஷன் டேஸ் வச்சா ஒர்க்கு வர மாட்டீங்க. இப்போ வந்து சார் சர்டிஃபிகேட் எடே വണ്ടി മലയാ സാർ അതിനെ ஞாபகம் இருக்கா? വൈശാഖ് മുരളി ഓയാ Every year I see this kind of guy. Go. കാശ് കൈ വന്നിട്ട് വേണോടാ നമ്മളെ അപമാനിച്ചു വിട്ട് ഈ സ്ഥലം നമുക്ക് വിലക്ക് മേടിക്കാൻ. വരും, കാലചക്രം തിരിഞ്ഞു വരും. നിനക്ക് ആ സ്ഥലം ഓർമ്മയുണ്ടാ? അവിടെ വെച്ചാണ് M3 എക്സാമിന് നീ തന്നോട് 2 പേനുണ്ടോന്ന് ചോദിച്ചേ. അതൊക്കെ ഒരു കാലം. നീ ഇന്ന് പോണില്ലല്ലോ, ഇന്ന് ഇവിടെ കൂടല്ലേ എന്താ? ഹൈദരാബാദിൽ നിന്ന് ഇപ്പൊ മാറിക്കാൻ പറ്റാത്ത അവസ്ഥയാടാ. എന്താ? എടാ എന്റെ ഹൃദയം അവിടെ വെച്ചിട്ടല്ലേ ഞാൻ പോന്നിരിക്കണത്. അത് ശരി, നീ അവളുടെ ഫോട്ടോ ഫോട്ടോ ഒന്നുമില്ല, പക്ഷെ എടാ ഒറ്റ സെക്കൻഡ്. ഹലോ, നാട്ടിൽ പോവാണോ? അതെ. എന്തു പറ്റി പെട്ടെന്ന്? പെട്ടെന്നൊന്നുമല്ല, ഞാൻ നേരത്തെ ബുക്ക് ചെയ്തിരുന്ന. ആണോ? പിന്നെ നീ ഇന്നലെ തന്ന ബർഗർ കഴിച്ചിട്ട് എനിക്ക് വയറിനൊരു സുഖമില്ല. അയ്യോ, എന്നിട്ടിപ്പോ എങ്ങനെയുണ്ട്? ഇപ്പൊ ഓക്കെയാണ്, പക്ഷെ ഇടയ്ക്കിടയ്ക്ക് പോകുന്നുണ്ട്. TFC ഇതുവരെ ഇങ്ങനെ ഒന്നും പറ്റിയിട്ടില്ല ആർക്കും. അത് വിട്, ഞാനേ നിന്നെ വിളിക്കാം. ഇപ്പൊ എവിടെ എത്തി? ഇപ്പൊ തമിഴ്നാട്ടിൽ എവിടെയാണ്? സേലം എടുക്കാറായി. സേലോ? അല്ല ഞാനും സേലത്തുണ്ട്. ശരി, വെക്കുവാ. അല്ല, രാവിലെ ഫുഡ് കഴിക്കാത്തതിന് എന്നെ 1.5 മണിക്കൂർ നിർത്തി പൊരിച്ച്. ഇപ്പൊ അതെ അവള് നാട്ടിൽ പോവാണ്, സേലം വഴിയാ പോണെന്ന്. എന്നോട് സ്റ്റേഷനിൽ വന്ന് നിൽക്കാൻ. ഓരോരോ കഷ്ടപ്പാടുകള്. നീയൊക്കെ ഒന്ന് ഫുഡ് കഴിച്ചോന്ന് ആരെങ്കിലും ചോദിച്ചാ? അതാണ് റിലേഷൻഷിപ്പിലൊന്നും ചെന്ന് ചാടില്ല ടോനെ. സിംഗിൾ ഇന്നലെ തന്നെ ഞാനോളും കൂടി പുറത്തു പോയിട്ട് ഒരു ബർഗർ കഴിച്ച്. അത് അവളുടെ വയറ്റിന് പിടിച്ചില്ല. ഇപ്പൊ ലൂസ് മോഷനൊക്കെ ആയിട്ട്. അല്ല, നിനക്ക് ഫസ്റ്റ് ഇയറിൽ ഇതേപോലെ ഒരു തൂറ്റൽ വന്നിട്ട് ഒരു ഒറ്റമൂലി കഴിച്ചിട്ടല്ലേ ശരിയായത്? നമ്മുടെ ഉമാശങ്കറിന്റെ പാർട്ടിയുടെ. ഏത് പാർട്ടി? എനിക്ക് ഓർമ്മയൊന്നുമില്ല. കുമുദം പാർട്ടി. അവരെ ഇവിടെ എവിടെയാണ് താമസിക്കുന്നത്? ഞാൻ ഉമാശങ്കറിനൊന്ന് വിളിച്ചോക്കട്ടെ. ഒറ്റമൂലിയോ? അതിന്റെ ഒന്നും ആവശ്യമില്ല. ഒന്നാമത് മേക്കാരപ്പെട്ടിയിൽ അതിനേരം വണ്ടി ഒന്നും നിർത്തിയിട്ടില്ല. Our college was also like that in some kind of village surrounded it's by looking like that only. trees this and only, all. na? Yeah.
It's very similar looking. That is The station. train will come here. See, so very like एकदम timely आया है ये. It was very near to a station as well. A railway station was there. He's madly in love with that girl. Yes. എടാ താഴെ. നീ ഇനി എങ്ങനെയാ പോകുന്നേ? കേറിക്കോ കേറിക്കോ ആ, ഞാൻ പോകോളാം ആ, ശരി. സൂക്ഷിച്ച് സൂക്ഷിച്ച് ഞാനേ വിളിക്കാം. ആ ശരി I also used to drop you on the train and then I used to come back. But you never ran like that. Not required, right? That time. We both used to go together. But before that, when we both not used to go together, that time you never ran like that. No, I You're used just to come. thinking in the room only. Okay, she's ആരാന്നോ? gone. എടാ ഞാൻ റീനുവാ. അയ്യോ അതെ You ഫോണിൽ are having a ഡിസ്പ്ലേ great വീണപ്പോ story. പൊട്ടി അത് കാരണം പെട്ടെന്ന് മനസ്സിലായില്ല ആ. എടാ നീ തിരിച്ചു പോയായിരുന്നോ? ഇല്ല അപ്പൊ ഇപ്പോഴും നീ ആ പ്ലാറ്റ്ഫോമിൽ തന്നെയാ? അല്ല പിന്നെ ഞാൻ Train. ലാസ്റ്റ് കമ്പാർട്ട്മെന്റിൽ ചാടി കയറി എന്തിന്? അല്ല എന്തായാലും ഇവിടെ വരെ എത്തി അപ്പൊ നാട്ടിലൊന്ന് പോയിട്ട് വരാന്ന് വിചാരിച്ച് സച്ചിനെ നീ എന്ത് മണ്ടത്തരങ്ങളൊക്കെ കാണിക്കുന്നേ? ഓടുന്ന വണ്ടി ചാടിക്കറി വല്ല ആക്സിഡന്റും പറ്റിയിരുന്നെങ്കിലോ? അല്ല അതിനൊന്നും പറ്റില്ലല്ലോ ഇപ്പൊ എനിക്ക് പറ്റിയില്ല. എടി ഞാൻ വിളിക്കാം ഞാനിവിടെ ഒറ്റക്കാലിൽ നിൽക്കാണ് ശരി എടാ നീ ഒരു കാര്യം ചെയ്യ്, അടുത്ത സ്റ്റേഷനിൽ ഇറങ്ങി ഇതില് കയറിക്കോ. ആ അത് ഞാൻ നിന്നോട് അങ്ങോട്ട് ചോദിക്കാൻ വരെയായിരുന്നു അത് കുഴപ്പമുണ്ടാവില്ലല്ലോ അല്ലേ കുഴപ്പമൊക്കെ ഉണ്ട്, പക്ഷെ നമുക്ക് ടിടിനോട് പറഞ്ഞു നോക്കാം. ഏതായാലും നീ വാ. ആ If Hadi knows this thing. Hadi will get burst. കയറുന്നതിന് മുന്നേ എനിക്ക് കുറച്ച് കാര്യങ്ങൾ ക്ലിയർ ചെയ്യാനുണ്ട്. എന്താ ഈ മരുന്ന് എനിക്ക് തരാൻ വേണ്ടിയാണോ നീ ഇത്ര കഷ്ടപ്പെട്ടത്? അതെ ഒരു ഫ്രണ്ട്ഷിപ്പിന്റെ പുറത്ത് അല്ല, എന്റെ ഫ്രണ്ട്സ് ഒന്നും എനിക്ക് വേണ്ടി ഇത്രയും കഷ്ടപ്പെടുമെന്ന് തോന്നുന്നില്ല. അത് റീനുവിനെ പോലത്തെ നല്ല ഫ്രണ്ട്സ് ഇല്ലാത്തോണ്ടാ അല്ല ഞാൻ തന്ന ബർഗർ കഴിച്ചിട്ടല്ലേ ഈ അവസ്ഥയിലായത്. ശരി, ഈ നാട്ടിൽ പോകാനുള്ള പ്ലാൻ ഇപ്പൊ ഉണ്ടാക്കിയതല്ലേ? അതെന്തായിരുന്നു അതിന്റെ ഉദ്ദേശം? അല്ല നാട്ടിൽ പോയിട്ട് എനിക്കൊരു അത്യാവശ്യം ഉണ്ടായിരുന്നു. എന്ത് അത്യാവശ്യം? അത് ആലോചിക്കാൻ സമയം വേണോ? അല്ല എന്റെ വിസ രണ്ടാമത് അപ്ലൈ ചെയ്യാൻ സമയമായിട്ടുണ്ട്. ഏജൻസിക്കാർ വിളിച്ചിരുന്നു. മൊഴിയെടുപ്പ് കഴിഞ്ഞെങ്കിൽ ഞാൻ അകത്തേക്ക് കയറിക്കോട്ടെ? ബാബക്കോ കാണിക്കുന്നേ? അല്ല AC കമ്പാർട്ട്മെന്റിൽ എങ്ങനെ പെരുമാറേണ്ടതെന്ന് എനിക്ക് അറിയാൻ പാടില്ല സിസ്റ്ററെ. ഇതെവിടെയാ അവിടെ. First time he is boarding in a AC train. Yes, in Near my college days also we also don't know illa. how this AC bogie looks like. ഇല്ല ഒരു ആശ്വാസം തോന്നുന്നില്ലേ? എന്തേ റീനു റീനു JK, just kidding. Effect of JK is not going. Now he is calling only. JKന്റെ കാര്യം പറഞ്ഞോളൂ, ആദ്യം വിളിക്കുന്നുണ്ടല്ലോ. ആദി സേഫ് ആണ്. ഞാനിപ്പോ സേലം കഴിഞ്ഞു. Oh, great, great, great. Wait. ആ ഷർട്ട് നല്ല He പരിചയമുണ്ടല്ലോ. saw. Who is that? ഇത് സച്ചിൻ. Oh no. ആ വണ്ടിയിൽ ചങ്ങലുണ്ട്, വേഗം വലിച്ചിട്ട് വല്ല കാട്ടിലോട്ട് പോയി ഓടി രക്ഷപ്പെടും. ഇവന്റെ ട്രാവലിൽ നിന്ന് സേഫ് അതാ. എന്താണോ ആദി പാനിക്കാവല്ലേ? സച്ചിൻ നീ പറയുന്ന കേട്ട് കഴിഞ്ഞാൽ സച്ചിൻ ടെണ്ടുൽക്കർ ആണെന്ന് തോന്നുമല്ലോ. റീനു ഹലോ ഹലോ. ഇവനെന്തിനാണ് ഇങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട് വിളിച്ചോണ്ടിരിക്കണത്? ഒരു റിലേഷൻഷിപ്പിലാണെങ്കിൽ ഒരു മര്യാദ ഒക്കെ വേണ്ടേ? റിലേഷൻഷിപ്പോ? ആർക്ക്? അപ്പൊ ഇല്ലേ? പക്ഷെ ഇതെന്ത് കഷ്ടമാണ്. ഓഫീസിലെ കുറെ പേര് എന്നെ ആദ്യം കല്യാണം കഴിപ്പിക്കാൻ വേണ്ടി നടക്കാം. നീയും ഓഫീസിൽ അപ്പൊ അങ്ങനെ ഒരു ടോക്ക് ഉണ്ടല്ലേ? സച്ചിനെ ഒന്നാമത് എനിക്ക് വയ്യ. വെറുപ്പിക്കാണ്ടൊന്ന് പോയേ നീ. Yup. നീയേ എന്റെ പേരൻസിനെ കാണുമോനെ? എവിടെ? ഒരു സെക്കൻഡേ. Okay.
ഇത് നോക്കി. Our parents are very close. and also they are having a fever of reels, shorts. ഫ്രീ ടൈം കിട്ടുമ്പോൾ ഇവർക്ക് ഇതൊക്കെ പരിപാടി. എനിക്കിപ്പോ ഇത് ശീലായി. ഞാൻ നേരത്തെ പറഞ്ഞത് തിരിച്ചെടുത്തിട്ടാ. ഇതിനേക്കാളും വേദന എന്റെ അച്ഛനും അമ്മയാണ്. ഒരൊറ്റ അടിയൊന്നുണ്ടല്ലോ. എടാ നിന്റെയൊക്കെ നാക്കുണ്ടല്ലോ, ഏത് നടുക്കട്ടിൽ കൊണ്ടിട്ടാലും അത് വെച്ച് തുഴഞ്ഞൊഴിഞ്ഞ് രക്ഷപ്പെട്ടോളൂ. എനിക്ക് ഉറക്കം വരുന്നു, ഞാൻ കിടക്കാൻ പോവാ. അതാ മരുന്ന് കഴിച്ചാ ഉറക്കം വരൂന്ന് പാട്ടി പ്രത്യേകം പറഞ്ഞിരുന്നു. തായോ കിടന്നു 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 കിടന്നാ എണീക്കോ? എന്താടി റീനത്? കിടന്നു. ഇടി സത്യം പറഞ്ഞ നാട്ടിലേക്ക് പോകാനല്ല ഞാൻ വന്നത്, നിന്റെ കൂടെ കുറച്ച് ടൈം സ്പെൻഡ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. അന്ന് ആ കല്യാണ വീട്ടിൽ വെച്ച് കണ്ടത് മുതൽ എനിക്ക് നിന്നെ ഭയങ്കര ഇഷ്ടമാണ്. ആ ഇഷ്ടം ഒന്ന് അറിയിക്കാൻ വേണ്ടിയിട്ടാണ് ട്രെയിനിലേക്കൊക്കെ ചാടി കയറിയത്. എനിക്ക് ബോധമുള്ള സമയത്ത് പറഞ്ഞു കഴിഞ്ഞാൽ നീ എന്നെ എന്റെ അടുത്ത് ചാടി കടിക്കും. അതുകൊണ്ടാണ് റീനു, നീ ഇതുവല്ലോ കേൾക്കണ്ട? സച്ചിനെ ആലോചി. അയ്യോ, ഞാൻ നിനക്കിപ്പോ എങ്ങനെയുണ്ട്? ആ മരുന്ന് കഴിച്ചോണ്ടാണോന്നറിയില്ല, ബെറ്ററായി. ഞാൻ പറഞ്ഞില്ലേ, ഞാൻ ഇറങ്ങട്ടെ. എടാ ആ താങ്ക്സ്. അയ്യോ, നോ മെൻഷൻ പ്ലീസ്. എടാ പിന്നെ 23-ാം തീയതി എന്റെ ബർത്ത്ഡേ ആണ്. ഫ്ലാറ്റില് ചെറിയൊരു ആഘോഷമുണ്ട്. ക്ലോസ് ഫ്രണ്ട്സിനെ മാത്രമേ വിളിക്കുന്നുള്ളൂ. അപ്പൊ നീ അമൽ എന്തായാലും വായോ. അമൽ വന്നില്ലെങ്കിലും നീ എന്തായാലും വരണം. Bye. It's a Dil garden kind of scene. Okay. So it's a complete love story. Okay, yes. He's totally feeling for this girl, but the girl is not interested, it seems. She's like she's asking, right, why did you give the medicine, why come sometimes so it feel like she is giving the green signal as well. Yeah, she's behaving so nicely with him, but I think she's just birthday time also last time she told her, if Amul also doesn't come, you should come. So maybe she's having some feeling, but I think it's not easy maybe to indulge. Maybe something will happen, mujhe lag raha hai. But yes, it's going really like our time, right? It is looking like very much that time, that kind of engineering college, and how we used to travel together. We also used to go home, I used to go, my direction is this direction, his is opposite directions, but still we go to the station together, and then our trains are different, but sometimes yes, we are also feeling nostalgic for that. Nostalgic, yes, very much. Actually, this movie is for the young stars. It's not for the old people, it's for the young stars. They can also remember that time. This is very sweet kind of a movie, like it will automatically give smile on your face if you start watching this movie. So we are loving this, okay? Right. So yeah, that is it for today's video. I hope you have enjoyed our reaction. If you do so, don't forget to subscribe our channel, guys, and also please click on the like button to like this video and share this video with your friends and family. See you in the next video. Till then, bye.